وإذا كنت فيهم فأقمت لهم الصلاة فلتقم طائفة منهم معك وليأخذوا أسلحتهم فإذا سجدوا فليكونوا من ورائكم ولتأت طائفة أخرى لم يصلوا فليصلوا معك وليأخذوا حذرهم وأسلحتهم وإذا كنت فيهم താങ്കൾ അവർക്കിടയിലായിരിക്കുകയും فأقمت لهم الصلاة താങ്കൾ അവരോടൊപ്പം നമസ്കരിക്കുകയും ചെയ്താൽ فلتقم طائفة منهم معك അവരിൽ ഒരു കൂട്ടം ആളുകൾ താങ്കളോടൊപ്പം നിന്നുകൊള്ളട്ടെ വൽയഖുദൂ അസ്ലിഹതഹും അവർ അവരുടെ ആയുധവും എടുത്തുകൊള്ളട്ടെ ഫഇദാ സജദൂ ഫൽയകൂനൂ മിൻ വറായികും അവർ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് പോയിക്കൊള്ളട്ടെ വൽതഅതി ത്വായിഫത്തുൻ ഉഖ്റാ ലം യുസല്ലൂ നമസ്കരിക്കാത്ത മറ്റൊരു വിഭാഗം വന്നുകൊള്ളട്ടെ ഫൽയുസല്ലൂ മഅക് അവർ താങ്കളോടൊപ്പം നമസ്കരിക്കട്ടെ وَلْيَأْخُذُوا حِذْرَهُمْ وَأَسْلِحَتَهُمْ അവർ ജാഗ്രതയും ആയുധവും പിടിക്കുകയും ചെയ്തുകൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ യുദ്ധം പോലെയുള്ള ഭയപ്പാടിൻ്റെ സമയത്ത് നമസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ രൂപവുമാണ് വിവരിച്ചിരിക്കുന്നത്. നമസ്കാരം പ്രായപൂർത്തിയായ ഓരോ മുസ്ലിമിൻ്റെ മേലും സ്ത്രീയുടെയും പുരുഷൻ്റെയും മേൽ നിർബന്ധമായ പ്രധാന ബാധ്യതയാണ്. രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും യാത്രയുടെയും താമസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒരവസ്ഥയിലും നമസ്കാരം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. എന്നാൽ കാരുണ്യവാനായ രക്ഷിതാവ് ധാരാളം ഇളവുകൾ നൽകിയിട്ടുണ്ട്. ആ ഇളവുകൾ സ്വീകരിക്കാനും അതിനെ ഉൾക്കൊണ്ട് നമസ്കരിക്കാനും അനുവാദമുണ്ട്. പക്ഷേ നമസ്കാരം ഉപേക്ഷിക്കാൻ അനുവാദമില്ല. ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഇതിന് സ്വലാത്തുൽ ഖൗഫ്, ഭയപ്പാടിൻ്റെ സമയത്തുള്ള നമസ്കാരം എന്ന പേരിൽ ഒരു അധ്യായം തന്നെ മഹാന്മാരായ ഉലമാക്കൾ വിവരിച്ചിരിക്കുന്നു. കൂടാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടൊപ്പം ഇപ്രകാരം നമസ്കരിച്ച് കാണിച്ചു തരികയും ചെയ്തു. എത്രമാത്രം വിശദമായ നിലയിലാണ് അള്ളാഹു ഈ ആയത്തിൽ കാര്യങ്ങൾ പറയുന്നത്. وَإِذَا كُنْتَ فِيهِمْ فَأَقَمْتَ لَهُمُ الصَّلَاةَ
താങ്കൾ അവരുടെ കൂട്ടത്തിൽ യുദ്ധമുഖത്തായിരിക്കുകയും നമസ്കാരത്തിൻ്റെ സമയം സമാഗതമാവുകയും ചെയ്താൽ തീർച്ചയായും നമസ്കരിക്കുക തന്നെ വേണം. യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞ്, മറ്റൊരു യുദ്ധമായ കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകളുടെ പേര് പറഞ്ഞ് നമസ്കാരം ഉപേക്ഷിക്കാൻ അനുവാദമില്ല. ഈ സൂറത്തിൻ്റെ അടിസ്ഥാന വിഷയവും വൈവാഹിക ജീവനം തന്നെയാണ്. ഒരു വിവാഹം വരുന്നു, എത്രയോ നമസ്കാരങ്ങളാണ് മുടക്കപ്പെടുന്നത്. പിന്നീട് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിവാഹത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്ന്. പടച്ചവനെ വെറുപ്പിച്ചുകൊണ്ട് പടച്ചവനോടുള്ള കടമകൾ പാലിക്കാതെയുള്ള വിവാഹത്തിലും കച്ചവടത്തിലും അതുപോലെ സ്നേഹത്തിലും എന്ത് സന്തോഷമുണ്ടാകാനാണ്. وَإِذَا كُنْتَ فِيهِمْ فَأَقَمْتَ لَهُمُ الصَّلَاةَ فَلْتَقُمْ طَائِفَةٌ مِّنْهُمْ مَعَكَ. യുദ്ധത്തിൻ്റെ സമയത്ത് നമസ്കാരത്തിൻ്റെ സന്ദർഭം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നമസ്കരിക്കണമെന്ന് മാത്രമല്ല, ജമാഅത്തായി തന്നെ നമസ്കരിക്കണം. ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ഗൗരവം, യുദ്ധത്തിൻ്റെ സമയത്ത് പോലും ജമാഅത്തായി നമസ്കരിക്കണം. ഇന്ന് മസ്ജിദുകളും നമസ്കാര സൗകര്യങ്ങളും എത്രയോ സമൃദ്ധമായി വന്നിരിക്കുന്നു. സമുദായത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ നമസ്കരിക്കുന്നില്ല എന്നത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നമസ്കരിക്കുന്നവർ തന്നെ പലരും ജമാഅത്തിനെ ശ്രദ്ധിക്കുന്നില്ല. ഓരോ മസ്ജിദുകളും ഒന്നിനൊന്നിന് മെച്ചം. അള്ളാഹു സ്ഥാപിച്ചവർക്കും അതിൽ വിവിധ സൗകര്യങ്ങൾ ചെയ്തവർക്കും ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. റോഡിൽ നിന്ന് പ്രയാസപ്പെട്ടാലും ശരി, നമസ്കരിക്കാൻ മസ്ജിദിൽ വരികയില്ല എന്നൊരു നിർബന്ധമാണ് ആളുകൾ പിടിച്ചിരിക്കുന്നത്. അല്ലാഹു തആല അറിയിക്കുന്നു, നിങ്ങൾ യുദ്ധത്തിനിടയിലാണെങ്കിൽ പോലും നമസ്കരിക്കണം എന്നല്ല, ജമാഅത്തായി നമസ്കരിക്കണം. അത് എങ്ങനെ ജമാഅത്തായി നമസ്കരിക്കണം? നീണ്ട ബാങ്ക് കൊടുപ്പ്, അതുപോലെ തന്നെ ആൾക്കാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ളതായ ജമാഅത്ത് നമസ്കാരം. ആ ജമാഅത്ത് നമസ്കാരമാകട്ടെ നീണ്ട നിലയിലുള്ള ഖുർആൻ പാരായണം, ഇതൊന്നുമില്ല. വളരെ സിമ്പിളായി ലളിതമായി നമസ്കരിക്കണം. അത് ഞാൻ പറഞ്ഞു തരാം. فَلْتَقُمْ طَائِفَةٌ مِّنْهُمْ مَعَكَ. സൈന്യം രണ്ടായിട്ട് തിരിയണം. 100 പേരുണ്ടെങ്കിൽ 50 പേര് 50 പേരായി തിരിയണം. എന്നിട്ട് അതിൽ 50 പേര് താങ്കളോടൊപ്പം ജമാഅത്തായി നമസ്കരിക്കണം. فَلْتَقُمْ طَائِفَةٌ مِّنْهُمْ مَعَكَ وَلْيَأْخُذُوا أَسْلِحَتَهُمْ. അവർ നമസ്കരിക്കുന്ന സമയത്ത് ആയുധവും കയ്യിൽ പിടിച്ചിരിക്കണം. അത് പിടിച്ചുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്, ശത്രുക്കൾ ഭയക്കാനും അവർ ആക്രമിക്കാതിരിക്കുന്നതിനും വേണ്ടി. فَإِذَا سَجَدُوا فَلْيَكُونُوا مِنْ وَرَائِكُمْ. അവർ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവർ പിന്നിലേക്ക് പോകണം. ഫുഖഹാക്കൾ വിശദീകരണം പറയുന്നു, ഇമാമിന്റെ കൂട്ടത്തിൽ ഒരു റക്അത്ത് നമസ്കരിക്കണം. രണ്ടാമത്തെ റക്അത്തിലേക്ക് ഇമാം നിൽക്കുമ്പോൾ ഇവർ അടുത്ത റക്അത്ത് ഒറ്റയ്ക്ക് നമസ്കരിച്ച് സലാം വീട്ടി, യാത്രയിലാണെങ്കിൽ 2 റക്അത്താണ് നമസ്കരിക്കേണ്ടത്. സലാം വീട്ടി ഇവർ യുദ്ധമുഖത്തേക്ക് പോകണം. വൽതഅതി ത്വായിഫത്തുൻ ഉഖ്റാ ലം യുസല്ലൂ ഫൽയുസല്ലൂ മഅക. ഈ സമയത്ത് രണ്ടാമത്തെ 50 പേര് വരണം, നമസ്കരിക്കാത്ത 50 പേര് വരണം. അവർ ഇമാമിന്റെ കൂട്ടത്തിൽ ഇമാമിന്റെ 2ാമത്തെ റക്അത്ത് അവരുടെ 1ാമത്തെ റക്അത്ത് നമസ്കരിക്കണം. എന്നിട്ട് ഇമാം അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ
അവർ എഴുന്നേറ്റ് രണ്ടാമത്തെ റക്അത്ത് നമസ്കരിച്ച് ഇമാമിന്റെ കൂട്ടത്തിൽ തന്നെ സലാം വീട്ടുകയും വേണം. അവരും ജാഗ്രത പുലർത്തണം, ആയുധം കയ്യിലേന്തുകയും വേണം. മതമെന്ന് പറയുന്നത് ആകാശവും ഭൂമിയും നോക്കാതെ കണ്ണും പൂട്ടിക്കൊണ്ടുള്ള അന്ധമായ ഓട്ടമല്ല. പടച്ചവന്റെ കടമകൾ പാലിക്കണം, സൂക്ഷ്മതയും ശ്രദ്ധയും വേണം. മസ്ജിദിലേക്ക് വിളിക്കപ്പെടുന്നു, വാണക്കുറ്റി പോലെ ഓടുന്നു, ഒരാളുടെ കാല് പൊട്ടുന്നു, ഒരാളുടെ തല പൊട്ടുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ദീനിന്റെ വിഷയം വരുന്നു, ഒരു ശ്രദ്ധയുമില്ലാതെ എടുത്തു ചാടുന്നു. ഇതും ദീനിലില്ല. ജാഗ്രത വേണം, ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം, അവധാനത വേണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, നിങ്ങൾ നമസ്കാരത്തിന് വരുമ്പോൾ ശാന്തമായി വരും. ബഹളമുണ്ടാക്കിക്കൊണ്ട്, ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് വെപ്രാണത്തിൽ വരാതിരിക്കും. തെന്നി എവിടെയെങ്കിലും മറിഞ്ഞു വീഴും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ ദുരന്തം സംഭവിക്കും, വലിയ സങ്കടമുണ്ടാകും. കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കണം. നോക്കിൽ അല്ലാഹു തആല ജിഹാദിനെ പറ്റി പറയുന്നു. അതിനിടയിൽ നിങ്ങൾ നമസ്കരിക്കണം. ആ നമസ്കാരം സൂക്ഷ്മതയുള്ളതായിരിക്കണം. ജാഗ്രത മുറുകെ പിടിക്കണം, ശ്രദ്ധ വേണം, അവധാനത വേണം. നമസ്കാരമല്ല പറഞ്ഞത്, അതുകൊണ്ട് ആ നമസ്കാരം നീട്ടി വലിച്ചങ്ങ് നമസ്കരിക്കുക. ഒരവസരം കിട്ടിയതല്ല. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ ആരംഭിച്ചു. അത് ആ സമയത്ത് ഖിറാഅത്ത് ചില സഹോദരങ്ങൾക്ക് ഇറങ്ങും. ഒന്നും വേണ്ട, സിമ്പിളായിട്ട് നമസ്കരിക്കും, എന്നിട്ട് കാര്യത്തിലേക്ക് പോകുന്നു. അതുപോലെ ആയുധവും പിടിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആയുധം എങ്ങനെ പിടിക്കാനാണ്? തസ്ബീഹ് പിടിക്കാനല്ലേ പറയേണ്ടത്, മിസ്വാക്ക് പിടിക്കാനല്ലേ പറയേണ്ടത്? അല്ല, മര്യാദയ്ക്ക് ആയുധം പിടിച്ച് നിങ്ങൾ സൈനിക രൂപത്തിൽ നിങ്ങൾ നമസ്കരിക്കുക. فإذا سجدوا فليكونوا من ورائكم ولتأت طائفة أخرى لم يصلوا فليصلوا معك وليأخذوا حذرهم وأسلحتهم. ചുരുക്കത്തിൽ 3 വിഷയങ്ങളാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒന്ന്, ഭയത്തിന്റെ സമയത്ത് എങ്ങനെ നമസ്കരിക്കണം. എന്തെങ്കിലും ഭയപ്പാടുണ്ടാകുന്നു, ആ സമയത്ത് എങ്ങനെ നമസ്കരിക്കണം. സിമ്പിൾ, വളരെ ലളിതം. അതേസമയം തികഞ്ഞ ജാഗ്രത മുറുകെ പിടിച്ചുകൊണ്ട് നമസ്കരിക്കണം. ട്രെയിനിൽ നമസ്കരിക്കുകയാണ്, ട്രെയിനിന് വാതിൽ അവിടെ വന്ന് വാതിൽ തുറന്നിട്ട് കൈകെട്ടി നമസ്കരിക്കുന്നു, തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. പാടില്ല, അത് ദീൻ സമ്മതിക്കുന്നില്ല. വിമാന യാത്ര തുടങ്ങി, ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കണം, വാശി പിടിക്കുന്നു. ഇല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നമസ്കരിച്ചാൽ മതി. ഒന്ന്, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം. 2, പക്ഷേ നമസ്കരിച്ചേ പറ്റുതാനും. നമസ്കാരം ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. വളരെ ശാന്തമായും വിശാലമായും നമസ്കാരവും വേണ്ട, നമസ്കാരം ഉപേക്ഷിക്കുകയും വേണ്ട. 3, ജമാഅത്ത് ശ്രദ്ധിക്കണം. ഈ സമയത്ത് ജമാഅത്തായി നമസ്കരിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, മഹാന്മാരായ സഹാബികൾ നമസ്കരിച്ചു. ജമാഅത്തായി നമസ്കരിക്കണം. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.